ചുവല ബീച്ചിലൊക്കെ പുതിയ വീഡിയോസാണ് നമ്മളിന്ന് കളിക്കാൻ പോണ മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ. അപ്പോൾ നമ്മള് ഇന്നത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കളിച്ചുകൊണ്ടാണ് വോയിസ് ഇരുന്നത്. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പോട്ടെ. അപ്പൊ നമ്മള് ഇന്ന് ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വലിയൊരു വീട് പണിഞ്ഞു വെച്ച് ഇത്രയും വലിയൊരു ഫാം വലുതല്ല എന്നാലും ഒരു സാധനം ഞാൻ ഇത്ര രണ്ടെണ്ണം പണി. എന്നിട്ട് എനിക്ക് ഇതുവരെ എടാ വെള്ളത്തിൽ പോകണം ഇത്രയും പണിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു പണിയാത്ത സാധനമാണ് ഇവിടെ. അതെ, ഞാൻ ആർമർ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തായാലും അതായിരിക്കും. ആർമർ ഉണ്ടാക്കാൻ പോണ്. അത് അയണിന്റെ അയണിന്റെ ആർമർ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോയി. അപ്പം മഴ. ഞാൻ ഇതിന്റെ മ്യൂസിക് ഇച്ചിരി കുറച്ച് വെക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വോയിസ് കേൾക്കത്തില്ല. അതുകൊണ്ട് നമ്മള് ഇത് എല്ലാം കുറച്ച് വെക്കാം. ഓക്കെ ഓക്കെ പെർഫെക്റ്റ്. ഞാൻ മ്യൂസിക് ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഒരു സീനില്ല. അപ്പൊ ഗൈസ് നമ്മള് ഇന്ന് ഇവിടെ ജനലൊന്നും ഞാൻ വെച്ചിട്ടില്ല. എന്തൊരു വീടല്ലേ ഇതൊക്കെ. അപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് തട്ടിക്കൂട്ടിയതാണ്, കുഴപ്പമൊന്നും ഇല്ലായിരിക്കില്ലേ. പിന്നെ ഗൈസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വരും നിങ്ങൾ ഇതൊന്നും ചെയ്യാക്കത്തില്ല. ഇതാണ് എനിക്ക് കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. ബിക്കോസ് ഇതൊക്കെ എന്തുവാടെ ഇതൊക്കെ. ബിക്കോസ് എനിക്ക് അതാണെന്ന് തോന്നിയിട്ട് കൂടെ. എടാ എന്റെ ബെഡ് എന്തിടാ ഇവിടെ അതിന്റെ ബെഡ് വെളിയിലാണോ? ബെഡ് ബെഡ് ദാസ അവിടെ എവിടെ കണ്ട എന്റെ ബെഡ്. നമുക്ക് എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി എന്തായാലും ഫുൾ അയൺ ആർമർ. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. വേറെ പരിപാടി ഒന്നുമില്ല. ഞാൻ എടാ എന്തൊരു സൗണ്ടറാ അത്. എനിക്ക് പക്ക ഉറപ്പാ നിങ്ങൾക്കൊന്നും കേൾക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇത്രയൊക്കെ വെക്കാം. ഇതാത്തറ മതി. മാസ്റ്റർ വോളിയം 50%. അപ്പൊ നമ്മൾ ഇന്ന് ആ ഒരു സംഭവം ഒന്ന് തീർക്കണം. കുറെ നാളുണ്ട് ഇതൊക്കെ വെച്ചോണ്ടിരിക്കും. നമ്മൾ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ആരൊക്കെ ഇതിലൊക്കെ പറയുന്നവർക്കൊക്കെ നമുക്കൊരു ഹാർഡ് കോർ വേൾഡ് അങ്ങ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കാം. ഹാർഡ് കോറേ നമ്മൾ എന്തായാലും ഇതിൽ കളിക്കുന്നേ. നമുക്ക് ഇത്ര കഷ്ടപ്പെടുന്നേ. നമുക്കൊരു ഹാർഡ് കോർ വേൾഡ് അങ്ങ് തുടങ്ങിയൊരു സീനാണ്. എടാ അവൻ ഞാൻ പറയാൻ പറഞ്ഞു. അവൻ തപ്പിടാ അപ്പൊ ഇത് കണ്ട ഈ സാധനം കണ്ടോ, മറ്റേ വില്ലേജറിന്റെ നീ കിട്ടിയതാണ് സംഭവം. ആൾക്കാർ ജസ്റ്റ് ആ വെള്ളത്തിലോട്ട് വന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് തട്ടി. അപ്പം നമുക്കെന്തായാലും ഇവനെ വിട്. നമുക്കെന്തായാലും നമ്മുടെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. മൈനിങ് ആയിട്ട് നമ്മൾ ഈ സാധനം കണ്ടോ, ഈ സാധനം ഒരു ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ വില്ലേജിൽ പോയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഉണ്ടാക്കാം. അപ്പൊ നമ്മള് മൈനിങ്ങിന് പോണത് വേറെ എവിടെയല്ല, നമ്മളെ സ്വന്തം എവിടെയാണ്? ഇതിനുള്ളിൽ ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്ന? അതിന്റെ വെട്ടമൊന്നുമില്ലടാ. എടാ ഞാൻ അതാണ് വെട്ടോണ്ടാ ഞാൻ പറഞ്ഞ തിരിച്ചെടുത്തിരിക്കുന്നു. ഇതൊക്കെ മതി. കുറച്ച് വെട്ടമുണ്ട്. ഷീൽഡ് ഇതേ മെയിൻ തിങ്. ഷീൽഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. അത് വീഡിയോ ആയിരുന്നെങ്കിൽ കിട്ടത്തില്ലായിരുന്നു. ഷോർട്സ് ആയതുകൊണ്ട് കിട്ടി. ഇനി ഷോർട്സിൽ അല്ലെങ്കിലും നല്ല പിടിപാടാ. ഈ വീഡിയോയ്ക്കാണ് പക്ഷെ നല്ല മലയാളീസ് ഓക്കെ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് സീനില്ല. നിങ്ങളല്ലേ അപ്പൊ എന്തുവാടാ ഞാൻ പറയുന്നത്. അവിടെ കുറച്ച് അയൺസ് എനിക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാലും ഒരു ഫുൾ അയൺ ആർമർ ഉണ്ടാക്കിയേനെ. ഞാൻ വെച്ച അയണാന്ന്. അയൺ ഇങ്ങനെയല്ലല്ലോ എന്തോ ഇത്. എടാ അതേ കുറച്ച് കോള് കിട്ടിയിരിക്കുന്നു. നമുക്ക് കോളും തൂക്കി നേരെ താഴോട്ട് പോവാം. എന്തിലേക്ക് കിട്ടൂടാ അയണല്ലേ. ഞാൻ ഈ മൊത്തം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ശരിയാവത്തില്ല കേട്ടാ. ബെഡ് റോക്കിൽ കളിക്കുമെന്ന് പറഞ്ഞാൽ ഇതുവരെ ബെഡ് റോക്കിലേ കളിച്ചില്ല, അതറിയാവൂ. ഈ ബെഡ് റോക്കിൽ കളിക്കണമെന്നുണ്ട്, പക്ഷേ ഇപ്പൊ കളിക്കാത്തതിന് മെയിൻ വിഷയം എന്തോ സീൻ ഫസ്റ്റ് അയൺ അല്ല മറ്റേ ഞാൻ അയൺ കുളത്തിന്റെ നിന്നെ എടുത്തത് കിട്ടി. അപ്പൊ ഇനിയുണ്ടാ ഇത് വെച്ച് അയ്യോ എടാ ഇച്ചിരി ഉള്ളടാ. ഇത് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം.
ആർക്കടാ 5 എണ്ണം? അയ്യോ! ഒരു 10, 20 എണ്ണം ഉണ്ടായിരുന്നത് സീനായിരുന്നെ. നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും ഇവിടം വരെ വന്നില്ലേ, അയൺ കിട്ടിയതല്ലേ, നമുക്കിത് സ്മെൽറ്റ് ചെയ്യാൻ വയ്യ. സ്മെൽറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യില് കോളുണ്ട്. സീൻല്ല. ഓക്കെ. നമുക്കപ്പഴത്തേക്കും ബാക്കി മൈനിങ് ഞാൻ പ്രതീക്ഷിച്ചില്ല ആ സാധനം കിട്ടുമെന്ന്. കിട്ടിയത് കാര്യം പോകുക. എടാ ഈ അയൺ കിട്ടാൻ ഇത്രയും വേണം. സാധാരണ അയൺ തോനെ കിട്ടേണ്ട ആണല്ലോ എനിക്ക്. ഇപ്പൊ സീഡ് കൊള്ളത്തില്ല കേട്ടാ. ഒന്നാമത്തെ മറ്റേ സവാന ബയോമ് അത് പോയിട്ട് സവാന എന്ന് തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തരായാലും വേറൊരു ബ്രോ എന്നെ കളിയാക്കി. എനിക്ക് എന്റെ അയ്യോ ഞാൻ സ്പ്രൂസ് എന്നാണ് സ്പ്രൂസ് 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 ഛേ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് കേൾക്കുന്നത് സ്പ്രൂസ് രണ്ടും ഒന്നല്ലേ. എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് വേറെ എന്തൊക്കെയാണ് കേൾക്കുന്നത്, അതാണ് ഇപ്പൊ വിഷയം. ആ ബ്രോ ഞാൻ വേറെ എന്തൊരു വാക്ക് പറയുന്നൊക്കെ എനിക്ക് പറഞ്ഞു. അപ്പോ എനിക്ക് ഒറ്റ കാര്യമേ പറയുള്ളൂ. ഉറുമ്പ് കണ്ട. അയ്യോ എന്തുവാടാ. കുഴപ്പമില്ല. ഉറുമ്പ് ചേടാ ഞാൻ ഉറുമ്പ് കുഴപ്പമില്ല. ഞാൻ എന്തുവാടാ പറയുന്നേ. ഉറുമ്പ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്ക് അത് നിങ്ങൾക്ക് കേൾക്കുമ്പോ ഉഹുമ്പെന്നാണ് നിങ്ങൾക്ക് കേൾക്കുന്നത്. പക്ഷെ ഞാൻ ഉറുമ്പെന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെയാണ്. നമ്മൾ ഇച്ചിരി വ്യത്യസ്തനാണ്. ആ ഒരു ഇതാണ് എനിക്ക് ഒരു ഇതായിട്ടിരിക്കുന്നത്. എനിക്ക് എന്തൊരു പറയണമെന്ന് അറിയത്തില്ല. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. ഇത് എന്തിനാ ഒരു അയൺ പോലും കിട്ടാത്തേ? ഐ മീൻ അതല്ല, അത് 5 എണ്ണമല്ലേ കിട്ടിയോളൂ. നമുക്ക് ഇനിയും വേണമല്ലോ. എത്ര കിട്ടിയാലും മതിയാവാത്ത ആൾക്കാരാണല്ലോ നമ്മൾ. നമുക്ക് ഇനിയും വേണ്ടേ? ഇത് ശരിയാവതില്ല. ഇവിടെ മണ്ണടാ. ഇത് അത് ചെയ്യോ? ഇനി ഇങ്ങോട്ടല്ലേ പോയിക്കോളെ. എന്റെ രണ്ടാമത്തെ വിക്കാക്സ് ആണ് ഇത്. ഇത് ഇപ്പൊ പൊട്ടുവേ. എന്തരടാ ഇതൊക്കെ. കൊള്ളാം. എടാ ഇത് എനിക്കൊരു അയൺ പോലും കിട്ടുന്നില്ലടാ. അത് മറ്റേത് കൂട്ടണ്ട. അത് 5 അത് കൂട്ടണ്ട. ഗൂഗിളിലും കിട്ടി. നമുക്കൊരു കാര്യം ചെയ്യുക. ഇത് വെച്ചിട്ട് ഒരു കമ്മങ്ങ് ഉണ്ടാക്കാം. ഉണ്ടാക്കിയിട്ട് എന്തുവാണ് കാണിക്കുന്നത്. ഈ സാധനം ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് ഉണ്ടാക്കാം. ഐ മീൻ പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കാം. പിക്കാക്സ് ഈസ് എ മെയിൻ തിങ് ഫോർ മൈനിങ്. യു നോ? ഐ നോ. ഇത് ഭയങ്കര പാടാണ്. ഞാൻ ഫ്രീ ഫയർ കളിച്ച് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓടുന്നതിന് 6 ഞെക്കുക. ഇതിനകത്ത് ഒരു കീ മാപ്പിംഗ് വേറെ. അത് കാരണം അതെനിക്കൊരു വലിയ വെല്ലുവിളിയായിട്ട് തീരുന്നു. അതായത് ഇപ്പൊ കുറച്ചാൾ ഇത് കളിക്കുവാണെങ്കിൽ പിന്നെ എനിക്ക് ഫ്രീ ഫയർ കളിക്കാൻ പറ്റില്ല. ആദ്യം ഒരു മായം കയറത്തില്ല. ഇപ്പൊ എനിക്ക് നല്ലോണം ഹെഡ് കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇപ്പൊ മൈൻക്രാഫ്റ്റ് കളിച്ചു. നീ പോയി കളിച്ചാൽ നീക്കാൻ പറ്റത്തില്ല. എന്തിനാ കാണുന്നേ ഇതൊക്കെ. ഒരു അയണെങ്കിലും ആരെങ്കിലും ഒപ്പിച്ച് ആടെ. എന്തൊരു പരിപാടിയാണ് ഇതൊക്കെ. പറ്റില്ല. ആ സാധനം കഴിയണ. ഇതുകൊണ്ട് എന്തോ ഉപയോഗം? ഇത് മറ്റേ എൻചാന്റ് ചെയ്യുന്ന മറ്റേ ബുക്കിനകത്ത് എന്തൊക്കെയാ ഈ പരിപാടി എനിക്ക് അറിഞ്ഞൂടാ. എൻചാന്റ്മെന്റ് അങ്ങനെ വലുതായിട്ട് എനിക്ക് അറിയത്തില്ല. എനിക്ക് ആകെ അറിയാവുന്നത് എനിക്ക് റെഡ് സ്റ്റോൺ പരിപാടി അറിഞ്ഞൂടാ. റെഡ് സ്റ്റോൺ ഒക്കെ എന്തുവാ അതൊക്കെ. അയ്യോ എന്തൊക്കെയാണ് അത്. നേരെ നിങ്ങളത് കേട്ടാ പാനിക്ക സൗണ്ട് ആരാ? എനിക്ക് വരുന്നുണ്ട്. ഇവിടെ എടാ ബ്രോ. അവിടെ ഏതെങ്കിലും മണ്ടന്മാര് കാണേ എന്നെ അടിക്കാൻ വേണ്ടിട്ട് ഉണ്ടായിരിക്കും എന്നല്ല, നിൽക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ അയൺ കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഗൈസ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് പോണത്. ഇങ്ങോട്ട് പോണമെന്നില്ല. അയ്യോ എന്തുവാടാ ഒരു കേവിൽ വന്നിട്ട് അവിടെ ഇല്ലാത്തൊരു സാധനമാണ് അയൺ. എന്തൊക്കെയാടാ ഈ കൊച്ചു ഭൂമിയിൽ ഐ മീൻ വലിയ ഭൂമിയിൽ നടക്കുന്നത്. അയൺ കണ്ടതുപോലെ താഴോട്ട് പോണോ മേലോട്ട് പോണോ? വരില്ല. എവിടെ
എന്തൊരു സൗണ്ട് മാതിരി ഇടുന്നേ. ഒന്നാതേ ഇവിടെ ഓനകത്ത് ഉണ്ട് ഇങ്ങനെ. എടാ ഇവിടെ നില്ല ഇപ്പൊ വന്ന് വീണേടാ. ഇട്ടാ ഞാനൊരു ബിഗ് മണ്ടനായി പോയല്ലോ. ഐ മീൻ മണ്ടനാക്കിയല്ലോ എന്നെ. ഇവിടെ ഒറ്റയ്ക്കാം. ഞാൻ ഇവിടെ നിന്ന് വന്നയാന്ന് അറിയാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരും. ഇടാ എന്തുവാടാ ഇതൊക്കെ. എടാ ഒരു അയണില്ലടാ. ഇതൊക്കെ ഒരു കേവ് ആണോ? വാവ് നൈസ് കേവ്. ഇവിടെ വരാതിരിക്കുന്നതായിരുന്നു ഉച്ചയ്ക്ക് കൂടെ നല്ലത്. നമുക്ക് വീണ്ടും മൈനിങ് ചെയ്ത് താഴോട്ട് പോയി. അതായിരിക്കും ഒരു ബെറ്റർ പരിപാടി. ഈ സാധനം നടക്കട്ടെ. നമുക്ക് ഇനി ഇവിടെ നിന്ന് പുഷ്പുഷ്പം താഴോട്ട്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇങ്ങോട്ട് വീഴുമെന്ന്. ഞാൻ എന്തൊരു ബലത്തിലാണോ അങ്ങോട്ട് മൈൻഡ് ചെയ്ത് പോണേ. ലാവേ ചെന്ന് വീണാ തൊലഞ്ഞു. ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ല. തല എനിക്ക് വലിയ തീരുന്നുമില്ല. എടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആരും കിട്ടിയാലും അത് മൈൻഡ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ലല്ലോ. എടി ഈ ഡീപ്സിലേക്ക് എത്തിയിടാ. എനിക്കിത് വേണ്ട ഡീപ്സിലേക്ക്. ഡീപ്സിലേക്ക് ശരിയാകത്തില്ലടാ. നമ്മൾ തിരിച്ചു കയറിപ്പോ. ഡീപ്സിലേക്ക് സംഭവം അത് ഭയങ്കര പണി പിടിച്ച പരിപാടിയേ. അവിടെ നമ്മൾ എന്തോ ചെയ്യുന്നു, നല്ല കുട്ടിയെ പോലെ ഇവിടെ നിന്ന് പൊടിച്ചു പോകും. സ്ട്രൈറ്റ് ഡ്രൈവ് ഇങ്ങനെ പോകാൻ കഴിയും. ഇതാണ് നല്ല പരിപാടി. എന്തോ സോറി എനിക്കപ്പോ പിക്കാക്സ് മാറിപ്പോയതാ. ഞാൻ ഇനി വീണ്ടും പണി പറ്റിക്കും. വീണ്ടും പണി പറ്റിച്ച് തേമ്പീന്ന് വിചാരിച്ചു. എടാ എവിടെയാടാ ഞാൻ വന്ന് വീഴുന്നേ. എന്തുവാ ഇതൊക്കെ. ഇത് എന്തൊരു പരിപാടി. ഞാൻ മൈനിങ്ങിന് നിങ്ങൾ നോക്കണ്ടായി. കിട്ടാതെ അണ്ണാൻ പോവില്ല. എടാ ഐ ആം എ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. വാവ്. എടാ ക്രിയേറ്റീവ് ഒന്നും അല്ലേ. ക്രിയേറ്റീവ് ആണെന്ന് പറയല്ലേ. ഇത് ക്രിയേറ്റീവ് ആക്കാൻ എനിക്കിത് ലോക്ക് ചെയ്തു. എനിക്കിത് ക്രിയേറ്റീവ് ആക്കാൻ അറിഞ്ഞൂടാ. അതാണ് ഇപ്പൊ മെയിൻ വിജയം. എടാ മറ്റേ F3 എങ്ങാണ്ട് നിൽക്കുമ്പോ എന്താ സാധനം വരെ. F3യോ F4ഓ അങ്ങനെ എങ്ങാണ്ട് നിൽക്കുമ്പോ വരൂടാ. അതെങ്ങനെ എനിക്കത് വരുന്നില്ല. ഞാൻ ഞെക്കിട്ട് എനിക്ക് ഈ സാധനമാണ് കൂടുതൽ വരുന്നത്. ഇതൊക്കെ പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. ഇതാകുമ്പോ നമ്മള് സത്യസന്ധമായിട്ട് കളിക്കും. ഇത് നല്ല പരിപാടിയാണ്. ഹാർഡ് കോറിൽ എനിക്കൊരു വേൾഡ് ഉണ്ടായിരുന്നു എന്നല്ല ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ആനത് സീനായിട്ടാണ് കളിച്ച് സെറ്റാക്കി. അത് ചത്തു കഴിഞ്ഞാലുള്ള പാടേ ഉള്ളൂ. നമ്മള് ചാവില്ല. പ്രോ പ്ലെയർ കളിച്ചിട്ട് സ്തുതിയണ്ണന്റെ അത്ര ആവണം. എന്നിട്ട് വേണം ഫ്ലെക്സ് ചെയ്യാൻ. എടാ 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 ഞാൻ പോണേ. സത്യം അമ്മ സത്യം. സത്യം പറയാല്ലേ. അതവിടെ ആരോ കൊണ്ട് വെച്ചാണ്ടാ. ഞാൻ വെച്ചല്ലടാ. അത് നേരത്തെ ഉണ്ടാ അവിടെ. എന്തുവാടാ ഇതൊക്കെ. അണ്ണൻ കണ്ടാ. ഇതാ മൈനിങ് പ്ലെയർ. അയ്യോ ഐ മീൻ കണ്ട സുധിയണ്ണൻ എന്ന് പറഞ്ഞതും നമുക്ക് കിട്ടിയ അയൺ. സുധിയണ്ണ ഏതാ. സുധിയണ്ണ ഏതാ. ഇത് വേറെ ലെവലാ. അത് പറഞ്ഞപ്പോ അത് പോയി. സുധിയണ്ണൻ എടാ സുധിയണ്ണ പൊട്ടിയണാന്ന്. എന്തുവാടാ അതൊക്കെ. ഞാൻ വന്ന വഴിയതായിരുന്നു. ഇതായിരുന്ന രണ്ടു പോകെ കുടിച്ചെന്നാ. ഗൈസ് നമ്മൾ പോകുന്നു സുധിയണ്ണന്റെ വീട്ടിൽ. അല്ല അയ്യോ അതല്ല. നമുക്ക് പോയിട്ട് ഒരു പിക്കാക്സ് ഉണ്ടോ. എടാ പോടാ. എന്തൊരു വിവരമില്ലാത്തവനാണ്. എന്തൊരു മണ്ടനാണ്. ഞാൻ കളി നിർത്തിയിട്ട് പോകുന്നത്. എന്നെ കൊണ്ട് ഒരു ഉപയോഗം ഇല്ലല്ലോ. ഷിറ്റ്. എന്റെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ താ. ഐ മീൻ താ. ഹിന്ദിയിൽ പറഞ്ഞതാണ്. ഇവിടെ നിന്ന് നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കണമെങ്കിൽ ഒരു എന്റെ എല്ലാം ഉണ്ടല്ലോടാ. എന്താ പിക്കാക്സ് ഉണ്ടാക്കാം. ഇവിടെ ആയിരുന്ന സോറി ബ്രോ. ഓക്കെ കട്ടസീൻ. താഴെ വീട് മൈനിങ്. ഇതൊരു നല്ല പ്ലേസ് ആണടാ. ഇവിടെ അല്ല. ഇവിടെയാണോ. ഇവിടെ നേരത്തെ ഇത് നമ്മൾ നേരെ മൈൻഡ് ചെയ്തോണ്ടിരുന്നത്. സുധിയണ്ണൻ
അങ്ങനെ പേര് വിളിച്ചിട്ടാണ് ഇത് കേട്ടോ. അവിടെ ലാവയുള്ളതായിട്ട് ഞാൻ കണ്ടു. ഞാൻ എവിടെയോ കണ്ടു. അതിനകത്ത് ഇവിടെ എവിടെ ലാവ ഉണ്ടെന്നാണ്. ബഗ് കൊള്ളാം കേട്ടാ. എനിക്ക് നോക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 17 18 19 20 21 22 21 24 24 അയൺസ് നമുക്ക് വേണ്ടി വരും ഗൈസ്. 24 അയൺസ് നമുക്ക് വേണ്ടി വരും. ഈ 24 എന്ന് പറയുന്ന ഒരു 24 പോരെ നമുക്ക്? ആടാ മതിടാ, നമുക്ക് ഇത്ര അയൺ മതി. നമ്മൾ ഈസിയായി ഇപ്പൊ നമ്മള് ഒരു പണക്കാരനായിരിക്കുന്നു സുഹൃത്തുക്കളെ. നമുക്ക് ടൂൾസ് വേണ്ടേ? ടൂൾസ് ആണ് നമുക്ക് മെയിൻ. നമുക്കപ്പം ടൂൾസിന് വേണ്ടിയിട്ട് മൈൻഡ് ചെയ്യാം. ടൂൾസിന് വേണ്ടിയിട്ട് മാത്രം. എടാ ഇത് എന്തൊരു വൃത്തിയിട്ട സൗണ്ടാടാ ഈ ഗെയിമിന്റെ. അതൊഴിച്ച് ബാക്കി എല്ലാം എനിക്ക് ഗെയിമിന് ഇഷ്ടമാണ്. രാത്രി കളിച്ചോണ്ട് കിട്ടത്തില്ല, വെറുതെ എന്തിനാ മൈൻഡ് ചെയ്യുന്നത്? എടാ ഞാൻ പോണ്. ആർമർ മതി. സ്റ്റോണിന്റെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എനിക്ക് ഈ സുധിയണ്ണനെ പോലെ ഹാർഡ് വർക്കർ ആവണ്ട. എനിക്ക് അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ അറിഞ്ഞൂടാ. തൽക്കാലം ഇതൊക്കെ മതി. നമുക്ക് മറ്റു പോവാം. ഇവിടെ നിന്നാ ശരിയാവില്ല. ഇവിടെ ക്രീപ്പറൊക്കെ വന്ന് സ്പോണായി കഴിഞ്ഞാൽ ഒന്നാമത് ടോർച്ച് എങ്ങനെയൊന്നും വെച്ചിട്ടില്ല. പോണം അവന്മാരെവിടെയൊക്കെ വന്ന് എന്റെ 12 ടോക്കില്ലായിരുന്നു. അപ്പൊ അതൊന്നും കളഞ്ഞ നമുക്ക് എന്തായാലും ഒരു സേഫ്റ്റിക്ക് ക്രീപ്പറല്ലി മച്ചു. അപ്പൊ ഗൈസ് നമുക്ക് ഇതെന്തായാലും 5 ആയിട്ടുണ്ട്. നമുക്കിത് എടുത്തിട്ട് നമുക്ക് എന്തായാലും തൽക്കാലം ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കാനുള്ളതുണ്ട്. നമുക്ക് എന്തായാലും ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അണകട സീൻ മോൻ ഇപ്പഴിടണ്ട, എല്ലാം ഒരുമിച്ചിടട്ടെ. ഇതെന്തായാലും ആവട്ടെ. നമുക്ക് എന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യാം. അതിന് ടൂൾസിന്റെ ആവശ്യം ഇല്ലല്ലേ? ടൂൾസിന്റെ ആവശ്യം കാണത്തില്ലേ? ഞാൻ എവിടെയൊക്കെയാണ് ഇത് വെക്കുന്നത്? ഒരു ബിഗ് പ്രോബ്ലം. എന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു. കാരണം നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണാ അത് ഉണ്ടാകുന്നേ? എന്തൊരു മണ്ടനാടാ ഞാൻ. അപ്പൊ നമുക്കിപ്പൊ ഒന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല. നമ്മൾ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വുഡ് എടുക്കുക, സ്റ്റിക്ക് ഉണ്ടാക്കുക, ഉള്ളോട്ട് വയ്ക്കുക, പോയിട്ട് ഒരു പിക്കാക്സ് ഉണ്ടാക്കുക, തിരിച്ച് മൈനിങ്ങിന് പോവുക. വേറെ ഒന്നും ചെയ്യാൻ ഒക്കൂല മുന്നേ. ഇത് ഇത്ര അല്ല, നമുക്ക് 25 വേണ്ടത്. നമ്മുടെ ഇപ്പൊ അത്രയ്ക്കൊന്നും ഇല്ല. നമ്മുടെ ഇതിൽ 16 17 18 19 20 21 ഉള്ളൂ. കുറച്ചും കൂടെ എന്തായാലും വേണം. നമുക്ക് എന്തായാലും പോയ വഴിക്ക് തിരിച്ചു പോവാം. നമുക്കൊരു കാര്യം ചെയ്താലോ? ഇവിടെ എടുത്തേക്ക് മീനിക്കാം. ഇങ്ങനെ അങ്ങ് പോകാൻ വയ്യ. ഇപ്പൊ ഇവിടെ നിന്ന് ഒരു അയൺ കിട്ടണം. നിങ്ങൾ പറയണത് ഞാൻ ക്രിയേറ്റീവ് ആണ്. ഇല്ലേ എക്സ്റേ യൂസ് ചെയ്യാന്ന് പറയാം. എക്സ്റേ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാണത്തില്ലേ? ഷെട്ടാ എന്താ ഒരു അയൺ പോലും കിട്ടുന്നില്ല. ഇവിടെ ഒരു ഡയമണ്ട് കിട്ടണല്ലേ? കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ പറയും ക്രിയേറ്റീവ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഡയമണ്ട് കിട്ടല്ലേ. അയ്യോ കിട്ടണേന്ന് പറഞ്ഞാൽ കിട്ടൂലായിരിക്കും. അപ്പൊ എനിക്ക് അതല്ല ഇപ്പൊ വിഷയം. ഞാൻ എന്തായാലും ഈ സംസാരിക്കുന്നത് കട്ട് ചെയ്ത് മാറ്റും. നിങ്ങളിത് ചിലപ്പോഴേക്കാൻ സാധ്യതയുള്ളൂ. എന്തിനാ ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോ കേട്ടല്ലോ. അയ്യോ ഗയ്സ്, വീണ്ടും ഒരു പണി കിട്ടി. എന്റെ ലോഞ്ചർ ജസ്റ്റ് ഒന്ന് ക്ലാഷ് ആയി. എടാ ഡെയിലി ഇതാണ് പരിപാടി.
നമ്മുടെ ലോഞ്ചർ എപ്പോഴും ഇങ്ങനെ ക്രാഷ് ആയിക്കൊണ്ടേയിരിക്കും. ഈ സംഭവം എൻ്റെ ഫോണ് ജാവടി ചെയ്തപ്പോൾ, പക്ഷെ നല്ലൊരു ഫോണാണ്, കൊള്ളാം, ഗെയിം കളിക്കാനൊക്കെ കൊള്ളാം. അയ്യോ, പക്ഷേ ഫ്രീ ഫയർ കളിക്കുന്ന പ്ലെയർ ആണ് ഇത് പിടിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം ഇത് വലുതായിട്ട് ഹെഡൊന്നും കയറുന്നില്ല. ഐക്യു നിയോട്ടന്മാരാണെങ്കിൽ ഇച്ചിരി കൂടെ കയറും. ഇവിടെ ഞാൻ മൈൻക്രാഫ്റ്റ് പ്ലെയർ, ഫ്രീ ഫയറിനാരും ഒന്നും പറഞ്ഞില്ല. മൈൻക്രാഫ്റ്റ് ഞാൻ അത് കളിക്കും കേട്ടോ, അത് കൊള്ളാം, നല്ലൊരു ഗെയിമാണ്. ഓ, നമ്മൾ ഗൈസ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നു 11 അയൺ. വാവ്, വെരി ഡേഞ്ചറസ്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ കിട്ടുമോ നോക്കാം, എന്നിട്ട് നമുക്ക് മതിയാക്കിയിട്ട് എനിക്കിപ്പോൾ തന്നെ ബോറടിക്കുന്നു. എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ, എന്തെങ്കിലും ഇടണ്ടേ? അയ്യോ, അതുകൊണ്ട് മാത്രം ഇടുന്നതാണ് ഗൈസ്. ഇങ്ങനെ മൈൻഡ് ചെയ്യാം. ഇപ്പൊ മുമ്പേ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടേ അറിയാം. അയ്യോ, ഇനി ഇഷ്ടമല്ലാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അത് ഗ്രാവലാണ്. ഈ ഗ്രാവലിനെ എങ്ങനെയല്ലേ റിമൂവ് ആക്കണം, ഗെയിമിൽ നിന്നും റിമൂവ് ആക്കുമ്പോ ഓ തൊലഞ്ഞു അത്ര. എനിക്കിപ്പോ അതല്ല പേടി, എൻ്റെ ലാസ്റ്റ് ഇപ്പൊ മെയിൻ പേടി എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിക്കാക്സ് ടൂട്ടാറായിട്ടുണ്ട്. പൊട്ടും, അത് വേറെ കാര്യം. ആ പൊട്ടിടാ എടാ, എനിക്ക് ബോറടിക്കുന്നു സത്യം പറയലോ. ലാസ്റ്റ് പിക്കാക്സ് എനിക്കിനെ ഉണ്ടാക്കാൻ വയ്യ. എൻ്റെ കയ്യിലാണെങ്കിൽ സ്റ്റോണും തേങ്ങയൊന്നും ഇല്ല. അയണിന്റെ ആയിരുന്നെങ്കിൽ ഇപ്പൊ കണ്ടോ അണ്ണൻ, സിംഗം 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 സിംഗം. അയ്യോ, പിക്കാക്സ് ഇട്ട് പിടിക്കും, അല്ല ആക്സ് ഇട്ട് പിടിക്കൊണ്ടിരിക്കും. ഈ ഒരു കട്ടയുണ്ടെങ്കിൽ വീട് ഉണ്ടാക്കാം കേട്ടോ, നല്ലൊരു അയൺ കിട്ടിയിരിക്കുന്നു. നല്ലൊരു നല്ല കട്ട കേട്ടോ, അത് വെച്ചിട്ട് നമുക്ക് വീടൊക്കെ ഉണ്ടാക്കാം. ഈ ഒരു കട്ട വെച്ചിട്ട് നമുക്ക് കുറെ സാധനങ്ങൾ ഉണ്ടാക്കാം. അകത്തോട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെല്ലാം ഉണ്ടാ, ഒന്നും ഇടിച്ചുകൂടെ പോയി നോക്കിയല്ലോ നമുക്ക്. അപ്പൊ നമുക്ക് ഞാൻ എവിടെയാടാ നിൽക്കുന്നത്? ബെഡ്ബാർ കളിക്കണം, സീനാണ്. ഇങ്ങനെ 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 തോടാ, എങ്ങനെ ഇതൊക്കെ വേസ്റ്റ് ആക്കാൻ എന്നെ നമുക്ക് പഠിക്കണം. അത് ഇങ്ങനെ പോവാ, ഓയ് ഇങ്ങനെ വയ്ക്കുക, ഓയ്. ഇവിടെ നമുക്ക് നമ്മുടെ സാധനം ഇവിടെ ഇരിക്കുന്നു. എങ്ങനെയാ ഇവിടെ കയറുന്നത്? എന്തിനാ ഇവിടെ കാണും? ഓക്കെ, 11 ആയൻ ഗൈസ്. ഓ, ഐ ആം എ പ്രോ പ്ലെയർ. ഐ ആം എ സുധീഷ്. ഇടത്തെ കൈ കണ്ടോ, വലത്തെ കൈ മതി. നമുക്ക് ഇനി എന്തായാലും ചെസ്റ്റ് എന്തൊക്കെ ഉണ്ടാക്കി, ഷൂ ഇതും ഉണ്ടാക്കി, ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു നിക്കറും നിക്കർ മാത്രം ഉണ്ടാക്കിയതിടാ എനിക്കിനി. ഇല്ലില്ല, എനിക്ക് അതും ഉണ്ടാക്കണം. ഓക്കെ, എന്തായാലും 2 ആയിട്ടുണ്ട്. നിക്കർ ഉണ്ടാക്കണമെങ്കിൽ എത്ര എണ്ണം വേണം? 2, 3, 4, 5, 6, 7, 8 വേണം. പെട്ടെന്ന് ആവട്ടെ, ഞാൻ എനിക്ക് വെളിയിൽ പോയിട്ട് കുറെ പരിപാടിയുണ്ട്. ഇനി എന്തോ ഉണ്ട്, ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാണ്ടോ? അതുമായി എടാ, ഞാൻ എന്ത് ചെയ്യും? ബ്രെഡ് ഇതൊക്കെ വേസ്റ്റ് ചെയ്യുന്നു. ടോർച്ചും കുറെ ഞാൻ വേസ്റ്റ് ചെയ്ത്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കയറൂലെന്ന്. ഗൈസ്, നിക്കർ ഉണ്ടാക്കാൻ 3 ആയിട്ടുണ്ട് നമുക്ക്. ഇപ്പൊ നിക്കർ ഉണ്ടാക്കടാ. ഞാൻ ആൾമോസ്റ്റ് 1, 2 ഞാൻ എല്ലാം ഉണ്ടാക്കിടാ. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട, നമുക്ക് എന്തായാലും ഇനി ഒരു പിക്കാക്സ് ഉണ്ടാക്കാം ഗൈസ്. ഗൈസ്, അപ്പൊ നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം ഇല്ലേ? സ്റ്റിക്ക് ഇല്ലല്ലേടാ, എടാ 3 അയണുണ്ട്, സ്റ്റിക്ക് ഇല്ലേ? സ്റ്റിക്ക് ഉണ്ടാക്കാല്ലോ. എടാ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതൊന്നും. എന്നിട്ട് നമുക്കൊരു ഇതുണ്ടാക്കാം, പിന്നെ ഒരു ഈസിന്റെ അയൺ പിക്കാക്സ്. അപ്പൊ ഗൈസ്, ഇനി നമുക്കൊരു ആക്സ് ഉണ്ടാക്കണം. ഇനി നിന്റെ ഒന്നും ആവശ്യമില്ലടാ, എന്നാലും ഞാൻ ഇപ്പോഴും പൊട്ടിക്കത്തില്ല. വെറുതെ എന്തിനാ? അപ്പൊ ഗൈസ്, നമുക്ക് എന്തായാലും ഇതൊക്കെ മതി.
അയൺ ഈസ് മോർ വാല്യുബിൾ. ഇതൊക്കെ എന്താടാ? ഇതെടുത്തുകളാ. ഇത് ഇതെടുത്തുകളാ. എടാ ഇതെന്തായാലും ഈ കൊയലയുടെ ആവശ്യമൊന്നുമില്ല. ഇത് സീഡ് ആവശ്യമുണ്ട് കേട്ടോ. എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. ഇതൊക്കെ കുറെ കിട്ടും. ഓക്കെ മതി, നമുക്ക് തിരിച്ചു പോകാം ഗൈസ്. ഓക്കെ ഐ എം ഗോയിങ് ഊപ്പർ. എങ്ങനെയായിരുന്നു മേളിൽ പോയേ? ഓഹോ തൊലഞ്ഞ്. സത്യമായിട്ടും മച്ചാനെ ആ സാധനം വന്നു കഴിഞ്ഞാൽ ഞാൻ ചത്തേട്ടാ. ചത്തെന്നല്ല, നിങ്ങൾ ചത്തെന്ന് കരുതിക്കോ. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ജീവി ഉണ്ടെങ്കിൽ ആ സോംബിയാ, കൊച്ചു സോംബി. സത്യം പറയാൻ അതിനെയൊക്കെ എന്തിനാടാ ഉണ്ടാക്കി വിട്ടേക്കുന്നേ? അതിനൊന്നും ആവശ്യമില്ല ഗെയിമില്. ഗെയിം പീസ്ഫുൾ ആയിട്ട് കൊണ്ടുപോവാ. എടാ എനിക്ക് പേടി വന്നടാ. എന്താ എനിക്ക് ഒറിജിനൽ ലൈഫ് പോലെ തോന്നുന്നേ. എടാ ഞാൻ ക്രിയേറ്റീവ് ആയിട്ട് പറഞ്ഞു കേട്ടാടാ. എനിക്ക് സത്യമായിട്ട് എന്തൊരു പേടി വന്നടാ. എന്തൊരു ഓടോ. എനിക്ക് മേലെല്ലാം പിറക്കും. എന്തിനോ പോലെ ആവുന്നുണ്ട് ഗൈസ്. ഇനി അണ്ണം പേടി, ഇനി അണ്ണൻ. അല്ല എനിക്ക് അങ്ങനെയല്ല, എന്തിനോ ഡാർക്ക് വൈബ് തോന്നി. ഓക്കെ നമുക്ക് എന്തായാലും എന്ത് ഇത് അണ്ണ ഒരു കാര്യം നിശ്ചയിച്ച അത് തീർക്കാതെ ഈ ജോസാർ ഇവിടെ നിന്ന് പോകത്തില്ല. എന്തുവാണോ ഞാൻ പറയുന്നത്? അയ്യോ. അപ്പൊ ഈ നമ്മുടെ വീടിന്റെ പണി കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഫാമിന്റെ പണി കഴിഞ്ഞു. നമ്മുടെ ആർമറിൻ പണി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തിനാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു കാസ്റ്റിൽ പണിയാലാ. എവിടെ പണിയും? ഇവിടെ ഒരു കിണ്ണ കാസ്റ്റിൽ പണിയാ. സുധിയാണെന്നെ കൊടുത്ത സുധിയാണെന്നെ വീഡിയോ നോക്കിയിട്ട് അതേപോലെ കോപ്പി ഇട്ടിരിക്കാം. കോപ്പിറൈറ്റ് അടിക്കും. അയ്യോ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്തായാലും എത്രത്തോളം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടി ചെയ്യണം, സബ് അടി ചെയ്യണം. എന്തെല്ലാം എനിക്ക് ഇത് ഇട്ടുമ്പോൾ എനിക്കൊരു ലുക്കില്ലട്ടോ. ഗെത്ത് പയ്യൻ മാസ്. അപ്പം ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എനിക്ക് തോന്നുന്നു ഇതാഴ്ച കൂടെ നല്ലത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഡെയിലി വീഡിയോ ഇടാം. മറ്റേ എനിക്ക് ഭയങ്കര മടിയാവും. എനിക്കങ്ങ് പിന്നെ മടിയാവും സംഭവം. ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇതാണ് ഇവിടെ ചിലന്തിയല്ല. എനിക്ക് ഉറക്കം വന്നിട്ട് കണ്ണ് കാണാത്തതാണോ? വീഡിയോ എഡിറ്റ് ചെയ്യുന്നു, വോയിസ് ഓവർ ചെയ്യുന്നു, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച പരിപാടികളല്ലേ ഗൈസ്. ഇവിടെ നിന്ന് ഇനി ബെഡ് എടുത്തു കഴിഞ്ഞാൽ കണ്ട സീനാണ് കേട്ടോ. റീസ്പോൺസ് പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴോട്ട് നമ്മുടെ ചെസ്റ്റിൽ നമ്മുടെ സാധന സാമഗ്രികളൊക്കെ വെക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം നമ്മളിനിയിപ്പോൾ ഇങ്ങനെയായിരിക്കും വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ഇതൊരു നല്ലതാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എങ്ങനെയല്ല 100 സബ്സ്ക്രൈബേഴ്സ് ബീറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഗൈസ് ബൈ.